അധ്യയനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുട്ടികൾ കുറവായതിന്റെ ആശങ്കയിലാണ് സംസ്ഥാനത്തെ പല സർക്കാർ സ്കൂളുകളും. എന്നാൽ പാലക്കാട് എലപ്പുള്ളിയിലെ കാക്കത്തോട് GWLP സ്കൂൾ അധികൃതർ ഇത്തവണ ഒരുപാട് സന്തോഷത്തിലാണ്. സ്കൂൾ ചെറുതായി ഒന്ന് ഹൈടെക് ആയപ്പോൾ അഡ്മിഷനും കുതിച്ചു കയറി. ഒരു സർക്കാർ വിദ്യാലയത്തിൽ ചെന്നാൽ കാണാൻ കഴിയുന്ന ഒരുപാട് സാധാരണ കാഴ്ചകളുണ്ട്. ഒരുപാട് തലമുറകൾ പഠിച്ച ഇതുപോലുള്ള മരത്തിൻ്റെ പഴയ മേശകളും ആനയേത് പുലിയേതെന്ന് അറിയാൻ വേണ്ടി തൂക്കിയിട്ടിരിക്കുന്ന ചാർട്ടുകളും എത്ര വരച്ചാലും തെളിഞ്ഞു കാണാത്ത ബ്ലാക്ക് ബോർഡുകളൊക്കെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തെ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളെ സർക്കാർ വിദ്യാലയങ്ങളിൽ വിട്ട് പഠിപ്പിക്കുന്നതിൽ തന്നെ താല്പര്യമില്ല. ഇതുകൊണ്ട് കുട്ടികൾ എത്താതാവുകയും നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെല്ലാം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്നൊരു സ്കൂളാണിത്. പാലക്കാട് എലപ്പുള്ളിയിലെ കാക്കത്തോട് GWLP സ്കൂൾ. കുട്ടികൾ കുറഞ്ഞ സാഹചര്യത്തിൽ സ്കൂൾ പൂട്ടുമെന്നായതോടെ സ്കൂൾ അധികൃതരും ഇവിടുത്തെ ജനപ്രതിനിധികളും ചെറിയൊരു പൊടിക്കൈ ചെയ്തു. ആ പൊടിക്കൈ അങ്ങ് ഹിറ്റായി. ഇന്ന് നിരവധി വിദ്യാർത്ഥികളാണ് കാക്കത്തോട് ഈ LP സ്കൂളിൽ പഠിക്കുന്നത്. വാർഡ് മെമ്പറായ ശരവണകുമാറും സ്കൂൾ അധികൃതരും കാക്കത്തോടുള്ള സർക്കാർ LP സ്കൂളിൽ നടത്തിയ പൊടിക്കൈയാണിത്. കുമ്മായം പൂശിയിരുന്ന ക്ലാസ് റൂമിലെ ചുമര് മുഴുവൻ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കൊണ്ട് നിറച്ചു. ചോക്ക് ബോർഡിന് പകരം പ്രൈവറ്റ് സ്കൂളിൽ മാത്രം കണ്ടിരുന്ന ഇന്ററാക്റ്റീവ് ബോർഡ് ഒരുക്കി. പിന്നെ പാലക്കാടൻ ചൂട് വിദ്യാർത്ഥികൾക്ക് ഏശാതിരിക്കാൻ ഒരു AC. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച തുകയും സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ച സഹായവും കൂട്ടിയാണ് ശരവണകുമാറും സ്കൂൾ അധികൃതരും ഈ കാണുന്ന സ്വപ്ന ക്ലാസ് റൂം ഒരുക്കിയത്. ഭരണസമിതിയിൽ സ്കൂളുകൾ ഹൈടെക് ആക്കും എന്ന് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാ സ്കൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലൊരു പുതിയ സെക്രട്ടറി വന്നു. 100% ടാക്സ് പിരിച്ചാൽ ഓരോ മെമ്പർക്കും 50,000 രൂപ തരാം എന്ന് സെക്രട്ടറി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മെമ്പർമാരും 100% ടാക്സ് പിരിച്ചു. എല്ലാ മെമ്പർമാർക്കും 50,000 രൂപ വെച്ച് കിട്ടി. ഈ 50,000 രൂപ കൊണ്ട് എങ്ങനെ ഹൈടെക് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് സർക്കിളുണ്ട്, അവരൊക്കെയുമായി സംസാരിച്ചിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കി. സ്കൂളിൽ നടപ്പാക്കിയ പരിഷ്കാരത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഡബിൾ ഹാപ്പിയാണ്. ഒരു കാലത്ത് 35 വിദ്യാർത്ഥികൾ മാത്രമുണ്ടായിരുന്ന കാക്കത്തോട് സ്കൂളിൽ ഇന്ന് 102 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ആളുകൾ അറിഞ്ഞിട്ട് സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് അഡ്മിഷന് വരുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്, നല്ല ഇഷ്ടമാണ് ഇതിൽ വന്നിരിക്കാനൊക്കെ. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. സ്മാർട്ട് ക്ലാസ് റൂം വന്നതോടുകൂടി കുട്ടികൾ ഭയങ്കര ത്രില്ലിലാണ്. ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകൾക്കും ഇളകിയാടുന്ന ബെഞ്ചുകൾക്കും വിട നൽകി കാക്കത്തോട് സ്കൂളിലെ ഈ പദ്ധതി സർക്കാർ സംസ്ഥാനത്താകെ നടപ്പാക്കണം. പിന്നെ ഒരിക്കലും വിദ്യാർത്ഥികൾ എത്താത്തതിന്റെ പേരിൽ ഒരു സർക്കാർ വിദ്യാലയവും അടച്ചുപൂട്ടേണ്ടി വരില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.